ഹായ് ഫ്രണ്ട്സ്, പാഠപുസ്തകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ്. 2023 നടന്ന എക്സാം തന്നെയാണ്. യൂണിവേഴ്സിറ്റി LGSൻ്റെ പ്രിലിംസിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2022 IPL താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം. മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മുംബൈ ഇന്ത്യൻസ് ആണ് മലയാളി താരമായ ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി മാംഗ്ലൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആര്? കൊച്ചി മാംഗ്ലൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ. 2021 മികച്ച സിനിമയാണ്. ഓപ്ഷൻ സി, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര്. കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ എ, സമന്വയ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏതാണ്? 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവലാണ് അടയാളപ്രേതം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രി മിക്സിന് 2022 ലഭിച്ച അവാർഡ്. അമൃതം ന്യൂട്രി മിക്സിന് 2022 ലഭിച്ച അവാർഡ് ഏതാണ്? ഓപ്ഷൻ ഡി, ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡാണ്. ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡാണ് അമൃതം ന്യൂട്രി മിക്സിന് 2022 ലഭിച്ച അവാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി, ശ്രീ സജി ചെറിയാനാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേര്. ഓപ്ഷൻ ഡി, ഫസ്റ്റ് ബെൽ. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV C-52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഏതാണ് ഭൗമനിരീക്ഷണ ഉപഗ്രഹം? ഓപ്ഷൻ സി, EOS 04 ആണ് ആൻസർ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV C-52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? EOS 04. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം. കൊച്ചി മുസിരിസ് ബിനാലെ ആദ്യമായി നടന്ന വർഷം എന്നാണ്? ഓപ്ഷൻ സി ആണ്, 2012 നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ടീസ്റ്റ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ സിക്കിം ആൻഡ് പശ്ചിമ ബംഗാൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഓപ്ഷൻ സി, മണിപ്പൂർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 4 പ്രസ്താവനയുണ്ട്. പ്രസ്താവനകൾ വായിക്കാം. റോഡിൻ്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി നിലവിൽ വന്നത് 1948. റോഡ് സാന്ദ്രത 15 km/1000 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ. ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ ഒന്നുകൂടെ ശരിയായ പ്രസ്താവനകൾ വായിക്കാം. റോഡിൻ്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ. അടുത്ത രണ്ടാമത്തെ പോയിൻ്റ് എന്താ? ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി. ഇത് രണ്ടുമാണ് ശരിയായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏത്? ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏതാണ്? അംബാല, അമൃത്സർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, വയനാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 2 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? 4 പ്രസ്താവനയുണ്ട്. അലഹബാദ് മുതൽ ഹൽഡിയ വരെ സ്ഥിതി ചെയ്യുന്നു. സാദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. 1620 കിലോമീറ്റർ നീളമുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? സാദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ഇത് 2ഉം 4ഉമാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഇന്ത്യയെ കൂടാതെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏതെല്ലാം രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ. ഈ 4 രാജ്യങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയിൽ കൂടാതെ സ്ഥിതി ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് എവിടെയാണ്? ഫിലമെൻ്റ് ബൾബ് രഹിത പഞ്ചായത്ത് എന്നും പറയും, ഫിലമെൻ്റ് രഹിത ഫ്രീ പഞ്ചായത്ത് എന്നും പറയും. എവിടെയാണ്? പീലിക്കോട്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രൂട്ട് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതാ? ഫ്രൂട്ട് ലൂസ്. 1. പഞ്ചസാര വ്യവസായം ഇതിനുദാഹരണമാണ്. 2. വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. 3. കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ്. 4. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 2 ഏതാണ്? വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. 4 പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ് ഫ്രൂട്ട് ലൂസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വിക്ഷേപിച്ച EOS-04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു. PSLV-C52 എന്ന വാഹനമാണ് ഇതിൻ്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. ഇത് ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഇത് ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. 2021 ഫെബ്രുവരി 14 2022 അത് വിക്ഷേപിച്ചത്. അപ്പോൾ എ ആണ് തെറ്റായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇന്ത്യൻ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ഓപ്ഷൻ ഡി ആന. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെപ്പോൾ? ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചത് 42ാം ഭേദഗതി അനുസരിച്ചാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് എന്തെല്ലാം? മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. ഈ 4 പ്രസ്താവനയിൽ ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. അപ്പോൾ മൗലികാവകാശങ്ങൾ എടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഭരണഘടനയിൽ 5 അല്ല 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇതിലല്ല, ഇപ്പോഴത്തെ എസ് മണികുമാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏതൊക്കെയാണെന്ന് നോക്കാം. കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളുണ്ട്. 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തു. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എന്നുള്ളത് തെറ്റാണ്. 1947 ജൂലൈ 22 ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാകയെ അംഗീകരിച്ചത്. ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? ദേശീയ ഗാനം അംഗീകരിച്ചത് 1950 ജനുവരി 24 ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? താൽക്കാലിക അധ്യക്ഷൻ ഓപ്ഷൻ സി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. സ്ഥിര അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ? സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ഓപ്ഷൻ സി രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ഓപ്ഷൻ എ KB മേനോനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതിയാണ് ഓപ്ഷൻ ബി പ്രാചീന മലയാളം.
അടുത്ത ക്വസ്റ്റ്യൻ, കുണ്ടറ വിളംബരം നടത്തിയ വർഷം. കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജാനുവരി 11 കൂടെ ഉണ്ട് കേട്ടോ. ഡേറ്റ് ജാനുവരി 11 1809 കുണ്ടറ വിളംബരം നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കല്ലുമാല സമരം നയിച്ചത് ആരാണ്? കല്ലുമാല സമരം നയിച്ചത് ഓപ്ഷൻ സി അയ്യങ്കാളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഓപ്ഷൻ ഡി ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം നടന്ന സ്ഥലം. എവിടെയാണ് സർവ്വമത സമ്മേളനം നടന്നത്? ഓപ്ഷൻ ഡി ആലുവ. അടുത്ത ക്വസ്റ്റ്യൻ, അത് വായിച്ചല്ലോ. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണ്? കാൺപൂരിൽ നയിച്ചത് ഓപ്ഷൻ ഡി നാനാ സാഹിബാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഓപ്ഷൻ ബി ഹണ്ടർ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യം തിരഞ്ഞെടുത്തത് ഓപ്ഷൻ ബി വിനോബ ഭാവെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ. ഓപ്ഷൻ ബി ഫസൽ അലി കമ്മീഷൻ. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം. ഗാന്ധിജി ആദ്യമായി നടത്തിയ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം. ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ്? ഓപ്ഷൻ ഡി വി പി മേനോൻ. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം. ഓപ്ഷൻ സി ബോംബെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം. ഓപ്ഷൻ ഡി 1931 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഭവാനി ഓപ്ഷൻ എ കാവേരിയുടെ പോഷക നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി സജി ചെറിയാൻ. നേരത്തെ നമ്മൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചിരുന്നു, അതും സജി ചെറിയാനാണ്. സാംസ്കാരികവും ഫിഷറീസും സജി ചെറിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ടു കായൽ വ്യാപിച്ചു കിടക്കാത്തത്? വേമ്പനാട് കായൽ ഇല്ലാത്ത ജില്ല ഏതാണ്? കൊല്ലം ജില്ലയിൽ വേമ്പനാട്ട് കായലില്ല. വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ്? ഓപ്ഷൻ സി മൂലമറ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഓപ്ഷൻ ഡി ആണ്, കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ്? ഓപ്ഷൻ ഡി എറണാകുളം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏത്? ഓപ്ഷൻ ബി പ്രോട്ടീനാണ് ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഓപ്ഷൻ ഡി കരൾ. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ കണ. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനിക്ക് കാരണമാകുന്ന രോഗാണുവാണ്? ഓപ്ഷൻ സി പ്രോട്ടസോവ. അടുത്ത ക്വസ്റ്റ്യൻ, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതിയാണ്? ഓപ്ഷൻ ഡി താലോലം. അടുത്ത ക്വസ്റ്റ്യൻ, ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ചാവക്കാട് ഓറഞ്ച് തെങ്ങാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഡേഷ് ആയിരിക്കും? ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണിയാണ് ഹരിതസസ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? CPCRI സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. ഓപ്ഷൻ എ കാസർഗോഡ്.
അടുത്ത ക്വസ്റ്റ്യൻ, ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളെ എന്ത് പറയുന്നു? ഓപ്ഷൻ സി വിഘാടകർ. വിഘാടകരാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. ഇതിനകത്ത് നെല്ലിനം ഏതാണ്? ഓപ്ഷൻ ഡി അന്നപൂർണ്ണയാണ് നെല്ലിനം. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഓപ്ഷൻ സി ജോൺ ഡാൾട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ അയിര് ഏത്? ഇരുമ്പിൻ്റെ അയിരാണ് ഓപ്ഷൻ എ ഹേമറ്റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൽക്കലി ലോഹമല്ലാത്തത് ഏത്? ആൽക്കലി ലോഹമല്ലാത്തത് ഏതാണ്? അലുമിനിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം കാർബൺ മോണോക്സൈഡ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ടെലൂറിയം. അടുത്ത ക്വസ്റ്റ്യൻ, വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഏതാണ്? വേട്ടക്കാരൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഓറിയോൺ ആണ് വേട്ടക്കാരൻ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം ഏതാണ്? ഓപ്ഷൻ സി സംവഹനമാണ് കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം? ഓപ്ഷൻ ഡി ആണ് ഒന്നാം വർഗ ഉത്തോലകം കത്രിക. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം? ഓപ്ഷൻ ബി അപവർത്തനമാണ് പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ എന്തെന്നറിയപ്പെടുന്നു? ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നതാണ് കമ്പനം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഇനി അടുത്ത 80 ക്വസ്റ്റ്യനായി 20 ക്വസ്റ്റ്യൻ മാത്സ് എന്നത് ഇതിന് നോക്കുന്നില്ല. എന്തായാലും താങ്ക് യു.